യെസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം മിഥില മിസ്സാണ്. എന്താണ് സ്ഥിതി? പഠിച്ച് തുടങ്ങി എല്ലാ മക്കളും കിളി പോയി പേടിച്ചിരിക്കുകയാണോ? എൻ്റെ കുട്ടികൾക്ക് നാളത്തെ 2 പരീക്ഷ ഒന്നിച്ച് നടക്കുന്നോർത്ത് പേടിയുണ്ടോ? പേടിയുണ്ടെങ്കിൽ ഒരു പേടിയും വേണ്ട, പേടിനോട് പോയി പണി നോക്കാൻ പറയാ. കാരണം നമ്മളിതാ ഒന്നിച്ച് അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നിങ്ങൾ കോണ്ടന്റ് വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടാവും. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ കുട്ടികൾ കൃത്യമായിട്ട് പഠിക്കുക. അതേപോലെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനേക്കും ഒക്കെ അയച്ചു കൊടുക്കുക. എല്ലാവരോടും കാണാനായിട്ട് പറയാം. തീർച്ചയായിട്ടും മക്കളെ, ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നാളത്തെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം മക്കളെ, ഒരു കാര്യം കൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം തന്നെ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങളെ ഫുൾ മാർക്കിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെയുള്ള ചോദ്യങ്ങളായിരിക്കും നാളത്തെ പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നാളത്തെ പരീക്ഷ ഈസി ആയിട്ട് മാറും. സമയം കളയുന്നില്ല, ചോദ്യത്തിലേക്ക് കിടക്കാം. കുറച്ച് ആൾക്കാർ തന്നിട്ടുണ്ട്. PQR 3 ആൾക്കാർ തന്നിട്ടുണ്ട്. വിച്ച് ഈസ് ദ മോസ്റ്റ് സ്റ്റേബിൾ എലമെന്റ്? മക്കൾ, ഇതിൽ ഏറ്റവും സ്ഥിരതയുള്ളത് ആർക്ക് എന്നാ ചോദിച്ചിട്ടുള്ളത് അല്ലേ. സ്ഥിരതയുള്ള ആളെ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? നമ്മൾ എന്താ പഠിച്ചത്? എപ്പോഴാണ് ഒരാൾക്ക് സ്റ്റേബിൾ ആവുക? ഒരാളുടെ വാലൻസ് ഷെല്ലിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറമെയുള്ള ഷെല്ലാണ് അല്ലേ. ഒരാളുടെ വാലൻസ് ഷെല്ലിൽ അല്ലെങ്കിൽ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വന്നാൽ അയാൾ സ്റ്റേബിൾ ആവും. അപ്പൊ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉള്ളത് ആര് എന്ന് കിട്ടിയാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇതിൽ സ്റ്റേബിൾ ആര് എന്ന് കണ്ടെത്താം അല്ലേ. ഇപ്പം ഈ 3 ആൾക്കാരിൽ ആരുടെ വാലൻസ് ഷെല്ലിലാണ് മക്കളെ 8 ഇലക്ട്രോൺസ് ഉള്ളത്? P എടുത്താൽ 6 ഇലക്ട്രോൺസ് ആണ്. ക്യൂവിൻ്റെ വാലൻസ് ഷെല്ലിൽ 1 ഉള്ളൂ. 6 നോക്ക്. നമ്മുടെ 6 എടുത്തു കഴിഞ്ഞാൽ 6ന്റെ വാലൻസ് ഷെല്ലിലാണ്, ബാഹ്യതമ ഷെല്ലിലാണ് 8 ഇലക്ട്രോൺസ് ഉള്ളത് അല്ലേ. വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വന്നാൽ, ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വന്നാൽ ഇവൻ സ്റ്റേബിളായി, ഇവന് സ്ഥിരത വന്നു, ഇവൻ ഒക്ടറ്റ് പൂർത്തിയാക്കി എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പൊ ഇതിൽ സ്റ്റേബിൾ ആയിട്ടുള്ളത് ആരാ മക്കളെ? ഇതിൽ 6 ആണ് സ്റ്റേബിൾ ആയിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? എന്താ റീസൺ? എന്താ കാരണം? എന്താ? ഇവൻ ഒക്ടറ്റ് പൂർത്തിയാക്കി അല്ലേ. അവൻ അഷ്ടകം പൂർത്തിയാക്കി. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വന്നു. there are 8 electrons in the valence shell, so he is stable എന്ന് നമ്മൾ പറയും. റെഡി? ഇനി എന്താ മക്കളെ? അറ്റോമിക് നമ്പർ ഓഫ് Q. ക്യൂവിൻ്റെ അറ്റോമിക് നമ്പർ എന്താണ് എന്ന് നമുക്ക് കണ്ടെത്താം. അപ്പോൾ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാം. അറ്റോമിക് നമ്പർ കിട്ടണമെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. തന്നിട്ടുള്ള എല്ലാ ഇലക്ട്രോണുകളെ കൂട്ടി നോക്കിയാൽ മതി. ഇപ്പൊ ക്യൂവിൻ്റെ കയ്യിൽ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് മക്കളെ? ക്യൂവിൻ്റെ കയ്യിൽ ടോട്ടൽ ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, മൂന്നാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ അല്ലേ. ഇൻ ടോട്ടൽ 2 + 8 + 1 മൊത്തം എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? മൊത്തം 11 ഇലക്ട്രോൺസ് ഉണ്ട്. മൊത്തം 11 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവിടെ ടോട്ടൽ 11 പ്രോട്ടോൺസ് ഉണ്ടാവും. കാരണം ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണവും തുല്യമാണ് അല്ലേ. അപ്പൊ 11 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ 11 പ്രോട്ടോൺസ് ഉണ്ട്. പ്രോട്ടോൺസിന്റെ എണ്ണം എത്രയാണോ അതാണ് അവന്റെ അറ്റോമിക് നമ്പർ. സോ 11 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അറ്റോമിക് നമ്പർ എത്രയാ? അറ്റോമിക് നമ്പർ ഇസഡും 11 ആയിരിക്കും. മറന്നുപോയോ? എല്ലാം മറക്കരുത്, ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം മക്കളെ, അറ്റോമിക് മോഡൽ ഓഫ് Q. ക്യൂവിൻ്റെ ആറ്റം മോഡൽ വരയ്ക്കണം. നമുക്ക് വരയ്ക്കാം. അപ്പം മക്കളെ, ആറ്റം മോഡൽ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വെറുതെ പെൻസിൽ കൊണ്ട് ഇങ്ങനെ കച്ചറ വരയ്ക്കരുത് കേട്ടോ. നല്ല കോമ്പസ് ഒക്കെ എടുത്ത് വൃത്തിയായിട്ട് വരയ്ക്കുക. അപ്പം ക്യൂവിനെ വരയ്ക്കാനാണ് പറഞ്ഞത് അല്ലേ. ക്യൂവിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ഓൾറെഡി അറിയാം, 2 8 1 ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ക്യൂവിൻ്റെ കയ്യിലുള്ളത് 3 ഷെല്ലാണ്. അപ്പം നമുക്ക് ഓരോരോ ഷെല്ലുകളായിട്ട് വരയ്ക്കാം. ആദ്യം നമ്മൾ ന്യൂക്ലിയസ് വരയ്ക്കുന്നു. ഒന്നാമത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല് അല്ലേ. 3 ഷെല്ലുകളാണ് നമ്മുടെ ക്യൂ കുട്ടൻ്റെ കയ്യിലുള്ളത്. ഇനി എന്താ മക്കളെ ചെയ്യേണ്ടത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ താഴെ എഴുതി, 2 8 1 ആണ്. ഇനി നോക്കിക്കേ, ന്യൂക്ലിയസിനുള്ളിൽ ആരൊക്കെയാണ് ഉള്ളത്? പ്രോട്ടോണും ന്യൂട്രോണും. തൽക്കാലം ഇവിടെ ന്യൂട്രോൺസിൻ്റെ എണ്ണം അറിയില്ല, പ്രോട്ടോണുകളുടെ എണ്ണം നമുക്ക് എഴുതി കൊടുക്കാം. ടോട്ടൽ 11 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ. 11 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അവിടെ 11 പ്രോട്ടോണും ഉണ്ട്. സോ ഇവിടെ 11 പ്രോട്ടോൺ ഉണ്ട് എന്ന് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ്. 2 ഇലക്ട്രോൺസ് ആണെങ്കിൽ ഞാൻ ഇങ്ങനെ 2 ഡോട്ട് വരയ്ക്കും. 2 ഡോട്ട് വരയ്ക്കും. രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഞാൻ 1 2 3 4 5 6 7 8
8 ഡോട്ട് വരയ്ക്കും. വരച്ചല്ലോ. മൂന്നാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ. സോ 1 ഡോട്ട് വരച്ചു. അപ്പൊ നമ്മുടെ ഇവന്റെ ആറ്റം മോഡൽ സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ? വാട്ട് ആർ ദ വാലൻസീസ് ഓഫ് പി ആൻഡ് ക്യൂ അല്ലേ? അതായത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മക്കളെ പിയുടെയും ക്യൂവിൻ്റെയും സംയോജകത എത്രയാണെന്നാണ്. നിങ്ങൾക്ക് എപ്പോഴും സംശയം വരുന്നതാണ് അല്ലേ, വാലൻസി അല്ലെങ്കിൽ സംയോജകത കണ്ടുപിടിക്കാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? സംയോജകത കിട്ടാൻ, ഇവിടെ വാലൻസി കിട്ടാൻ ഞാൻ എന്താ മക്കളെ ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. വാലൻസി അല്ലെങ്കിൽ സംയോജകത എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഒക്ടറ്റ് പൂർത്തിയാക്കാൻ എത്ര ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണുകളെ മേടിക്കും. അതായത് അഷ്ടകം പൂർത്തിയാക്കാൻ ഒരു രാസപ്രവർത്തനത്തിൽ എത്ര ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണുകളെ മേടിക്കും. ഇതാണ് വാലൻസി അല്ലെങ്കിൽ സംയോജകത. ഇപ്പൊ പിന്റെ ക്യൂവിന്റെ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പൊ പിയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എൻ്റെ കുട്ടികളെ നോക്കിക്കേ 2, 8, 6 ആണ്. അതായത് നമ്മുടെ പിയുടെ ബാഹ്യതമ ഷെല്ലിൽ പിയുടെ വാലൻസി ഷെല്ലിൽ ഉള്ളത് 6 ഇലക്ട്രോൺസ് ആണ്. പാവം അല്ലേ, ഒക്ടറ്റ് പൂർത്തിയായോ? പൂർത്തിയായിട്ടില്ല. ഇനി ഒക്ടറ്റ് പൂർത്തിയാക്കാൻ ഇവന് എത്ര ഇലക്ട്രോൺസ് വേണം? ഒക്ടറ്റ് പൂർത്തിയാക്കണമെങ്കിൽ 8 ആവണം അല്ലെ. 8 ആവാൻ ഇനി 2 ഇലക്ട്രോൺസ് കൂടെ വേണം. അപ്പൊ നമ്മുടെ പി എന്താ മക്കളെ ചെയ്യാ? നമ്മുടെ പി 2 ഇലക്ട്രോൺസിനെ മേടിക്കുകയാണ് ചെയ്യുക അല്ലെ. പി 2 ഇലക്ട്രോൺസിനെ മേടിക്കുകയാണെങ്കിൽ പിയുടെ വാലൻസി എത്രയാ? പിയുടെ സംയോജകത എത്രയാ? പിയുടെ സംയോജകത 2 ആണ്. സെറ്റാണോ? ഇനി ആരാ മക്കളെ? ക്യൂ ആണ് അല്ലെ. ക്യൂവിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കേ 2, 8, 1 ആണ്. അപ്പൊ ക്യൂവിന്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1 ഇലക്ട്രോൺസേ ഉള്ളൂ അല്ലെ. ക്യൂവിന്റെ വാലൻസ് ഷെല്ലിൽ ഉള്ളത് 1 ഇലക്ട്രോൺ ആണ്. അപ്പൊ നോക്കിക്കേ, ഈ 1 ഇലക്ട്രോൺ പോയാൽ നമ്മുടെ ക്യൂവിന് ഒക്ടറ്റ് പൂർത്തിയാക്കാം, അഷ്ടകം പൂർത്തിയാക്കാം. അപ്പൊ നമ്മുടെ ക്യൂ എന്താ ചെയ്യുക? കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ക്യൂ കുട്ടൻ 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് ക്യൂ പ്ലസ് ആയിട്ട് മാറും. 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ ക്യൂവിന്റെ വാലൻസി എത്രയാ? 1 ആണ് അല്ലേ. അപ്പൊ പിയുടെ വാലൻസി 2 ആണ്. കാരണം എന്താ? പി 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കും. സോ പിയുടെ വാലൻസി 2 ആണ്. ക്യൂ 1 ഇലക്ട്രോണിനെ മേടിക്കുന്നു. സോ ക്യൂവിന്റെ വാലൻസി 1 ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സെറ്റ്. ഇനി മക്കളെ പിയും ക്യൂവും ചേർന്നുണ്ടാവുന്ന കോമ്പൗണ്ടിന്റെ ഫോർമുല എഴുതണം അല്ലേ. സംയുക്തത്തിന്റെ രാസസൂത്രം എഴുതണം. മക്കളെ സംയുക്തത്തിന്റെ രാസസൂത്രം എഴുതാൻ പറഞ്ഞാൽ ആദ്യം നിങ്ങൾ അവരുടെ സിമ്പൽ എഴുതുക. ഇവിടെ പിയും ക്യൂവുമാണ്. അപ്പൊ സിമ്പൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പോസിറ്റീവ് ചാർജ് ഉള്ള ആളുടെ സിമ്പൽ നമ്മൾ ആദ്യം എഴുതണം, നെഗറ്റീവ് ചാർജ് ഉള്ള ആളുടെ സിമ്പൽ നമ്മൾ രണ്ടാമത് എഴുതണം. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? ആർക്കാ പോസിറ്റീവ് ചാർജ്, ആർക്കാ നെഗറ്റീവ് ചാർജ് എന്നെങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ആൾക്ക് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിനെ മേടിക്കുന്ന ആൾക്ക് നെഗറ്റീവ് ചാർജും. ഇവിടെ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത് ആരാ? നമ്മുടെ ക്യൂ ആണ്. സോ ക്യൂവിനാണ്, ഞാൻ ഇപ്പുറത്തെ പേജിലേക്ക് എഴുതട്ടെ, ക്യൂവിനാണ് പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോണിനെ മേടിക്കുന്നത് ഇവിടെ പി ആണ്. അപ്പൊ പിക്കാണ് നെഗറ്റീവ് ചാർജ്. സിമ്പൽ എഴുതി കഴിഞ്ഞാൽ 2 പേരുടെയും വാലൻസി അവരുടെ തലയുടെ മേളിലായിട്ട് എഴുതി കൊടുക്കുക. ക്യൂവിന്റെ വാലൻസി എത്രയാന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്? 1 ആണ്. പിയുടെ വാലൻസി എത്രയാന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? 2 ആണ്. അപ്പൊ ക്യൂവിന്റെ വാലൻസി 1ഉം പിയുടെ വാലൻസി 2ഉം തലയ്ക്ക് മേലെ എഴുതി കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഈ വാലൻസി തമ്മിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എടാ, ക്യൂവിന്റെ വാലൻസി കൊണ്ട് നമ്മൾ പിനെ ഗുണിക്കുന്നു. അപ്പോൾ P1 എന്ന് കിട്ടി. ഇനി എന്താ ചെയ്യണ്ടേ? പിയുടെ വാലൻസി കൊണ്ട് ക്യൂവിനെ ഗുണിക്കുന്നു. 2 × Q2 എന്ന് കിട്ടി. കഴിഞ്ഞു. Q2P1 അല്ലെങ്കിൽ Q2P ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്ന കോമ്പൗണ്ടിന്റെ ഫോർമുല എന്ന് പറയുന്നത്. ശരിയായോ? ക്ലിയർ ആയോ മക്കളെ? ഉറപ്പായിട്ടും മിസ് എഴുതി തരാണ് നിങ്ങൾക്ക്. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ ഒരു ചോദ്യം ഇതാവണം എന്നില്ല, ഇതേ ആൾക്കാരാവണം എന്നില്ല. പക്ഷെ ബാലൻസ് കണ്ടുപിടിച്ചിട്ട് ഫോർമുല എഴുതാൻ, അല്ലെങ്കിൽ ഓൾറെഡി ബാലൻസ് തന്നിട്ട് ഫോർമുല എഴുതാൻ, ഇതേപോലെ ഏതെങ്കിലും ഒരു ചോദ്യം 110% ഉറപ്പായിട്ടും നിങ്ങളോട് നാളത്തെ പരീക്ഷയിൽ ചോദിച്ചിരിക്കും. ഇതിലൊരു സംശയമില്ല, ഉറപ്പാണ്. ഓക്കെ, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇത് പഠിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 40-40 മേടിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഐ ഹോപ്പ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യം നമുക്ക് ചെയ്തു നോക്കാം അല്ലേ. അടുത്തൊരു ചോദ്യം നോക്കിക്കേ. ദ gaseous fuel കാർബൺ മോണോക്സൈഡ് ബേൺസ് ഇൻ ഓക്സിജൻ ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ്. ഇന്ധനമായിട്ടുള്ള കാർബൺ മോണോക്സൈഡ് ഓക്സിജനിൽ കത്തി കാർബൺ ഡൈ ഓക്സൈഡ് ആവുന്നു. മക്കളെ, ഇതിന്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതണം.
കെമിക്കൽ ഇക്വേഷൻ എഴുതാം. അപ്പൊ ആദ്യം പറഞ്ഞു കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ CO ആണ്. ഇനി ഓക്സിജനിൽ കത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഞാൻ O2 എന്ന് എഴുതി. നമുക്ക് ആരെയാ കിട്ടുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് കിട്ടുന്നത്. ഇനി ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇടതുവശത്ത് ഒരു കാർബൺ, വലതുവശത്തും ഒരു കാർബൺ. ഇടതുവശത്ത് 2 1 3 ഓക്സിജൻ ഉണ്ട്, പക്ഷെ വലതുവശത്തോ 2 ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? അപ്പൊ നമുക്ക് 3ഉം 2ഉം ഒരു സുഖമില്ലാത്ത നമ്പേഴ്സ് ആണ് അല്ലേ? അപ്പൊ ഇതിനെ ഒന്ന് ഞാൻ എന്ത് ചെയ്യാം? റാൻഡം ആയിട്ട് ഞാനൊന്ന് ട്രയൽ ചെയ്യാൻ പോവാണ്. ഞാനൊരു നമ്പർ ഇട്ട് വെറുതെ ഒന്ന് ഗുണിച്ച് നോക്കാൻ പോവാണ്. ഞാൻ ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്തു. 2 ഇട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുക നോക്കാം. ഞാൻ ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്തപ്പോൾ കാർബൺ ആറ്റത്തിന്റെ എണ്ണം മാറി അല്ലേ? വലതുവശത്ത് 2 കാർബൺ, ഇടതുവശത്തോ 1 ഉള്ളൂ. 1നെ 2 ആക്കാൻ ഞാൻ വീണ്ടും ഒരു 2 ഇട്ട് കൊടുത്തു. ഇപ്പൊ 2 കാർബൺ 2 കാർബൺ. ഇനി ഓക്സിജന്റെ എണ്ണം എണ്ണാം. വലതുവശത്ത് 2 2 4 ഓക്സിജൻ ഉണ്ട്, ഇടതുവശത്തോ 2 + 2 4 ആയി അല്ലേ? അപ്പൊ ഞാൻ റാൻഡം ആയിട്ട് നമ്പർ ഇട്ട് കൊടുത്തപ്പോൾ എൻ്റെ ഇക്വേഷൻ ഇവിടെ ബാലൻസ്ഡ് ആയി. അപ്പൊ റിയാക്ടൻ സൈഡിലെയും പ്രോഡക്റ്റ് സൈഡിലെയും മാറ്റങ്ങളുടെ എണ്ണം തുല്യമായി, അഭികാരകങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും മാറ്റങ്ങളുടെ എണ്ണം തുല്യമായി, നമ്മുടെ ഇക്വേഷൻ ബാലൻസ്ഡ് ആയി എന്ന് പറയാം. ഇനി എന്താ മക്കളെ, ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണോ? റിഡോക്സ് റിയാക്ഷൻ ആണോ എന്ന് അറിയണമെങ്കിൽ ഇവിടെ ഓക്സിഡേഷനും റിഡക്ഷനും നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കണം അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം ഇവരുടെയൊക്കെ ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കാം. ഓക്സിജൻ എപ്പോഴും എത്രയാണെന്ന് മിസ് പഠിപ്പിച്ചിട്ടുള്ളത്? -2 ആണ്. ഓക്സിജൻ ഇവിടെ -2 ആണെങ്കിൽ കാർബൺ ഇവിടെ +2 ആയിരിക്കും. കാരണം കാർബണും ഓക്സിജനും കൂട്ടിയാൽ നമുക്ക് 0 കിട്ടണം. ഇനി O2, നമ്മുടെ ഓക്സിജൻ ഒറ്റയ്ക്ക് നിൽക്കുക. ഒരാൾ ഒറ്റയ്ക്ക് നിന്നാൽ അയാളുടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് നോക്കിക്കേ, കാർബൺ ഡൈ ഓക്സൈഡിൽ ഒരു ഓക്സിജൻ -2 ആണ് അല്ലേ? ഇനി 2 ഓക്സിജൻ ആകുമ്പോൾ എത്രയായി? -4 ആകും. ഓക്സിജന്റെ ഇത് -4 ആണെങ്കിൽ കാർബൺ ഇവിടെ +4 ആയിരിക്കും. കാരണം 2ഉം കൂടെ കൂട്ടിയ 0 കിട്ടണ്ടേ? അപ്പൊ എല്ലാവരുടെയും ഓക്സിഡേഷൻ നമ്പർ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി ഇവിടെ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം അല്ലെ? കാർബണിന്റെ ഇത് +2 ആയിരുന്നു, റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ +4 ആയിട്ട് മാറിയടാ. നോക്കിക്കേ, ആദ്യം +2 ആയിരുന്ന ഓക്സിഡേഷൻ നമ്പർ റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ +4 ആയി. അതായത് ഇവിടെ കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടി മക്കളെ. കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ കൂടി. അതായത് ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ നമുക്കതിനെ എന്ത് വിളിക്കാം? ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം എന്ന് പറയും. അപ്പൊ കാർബണിന് ഇവിടെ ഓക്സീകരണം സംഭവിച്ചു എന്ന് നമ്മൾ പറയും. ഇനി ഓക്സിജൻ, ഇവിടെ ഓക്സിജൻ നോക്കിക്കേ, ആദ്യം 0 ആയിരുന്നു, റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ -2 ആയിട്ട് മാറി അല്ലെ? അപ്പൊ 0യെക്കാട്ടിലും ചെറുതാണ് -2 എന്ന് പറയുന്നത്, ശരിയല്ലേ? അപ്പൊ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ എന്താ സംഭവിച്ചത്? ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ ഡിക്രീസ് ചെയ്തു, 0ൽ നിന്ന് -2 ആയി. അപ്പൊ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ കുറഞ്ഞു. ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ മക്കളെ നമ്മൾ അതിനെ വിളിക്കുന്നത് റിഡക്ഷൻ അഥവാ നിരോക്സീകരണം എന്നാണ്. ഇവിടെ നോക്കിക്കേ, കാർബൺ ഓക്സിഡൈസ്ഡ് ആയി, ഓക്സിജൻ റിഡ്യൂസ്ഡ് ആയി. കാർബൺ ഓക്സീകരണം സംഭവിച്ചു, ഓക്സിജന് നിരോക്സീകരണം സംഭവിച്ചു. ഓക്സിഡേഷനും റിഡക്ഷനും ഒന്നിച്ച് നടന്നു, ഓക്സീകരണവും നിരോക്സീകരണവും ഒന്നിച്ച് നടന്നു. അപ്പൊ ഇതാരാ? അപ്പൊ ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് പറയാം അല്ലേ? അപ്പൊ നമുക്ക് പറയാം, കാർബൺ ഓക്സിഡൈസ്ഡ് ആയി, ഓക്സിജൻ റെഡ്യൂസ്ഡ് ആയി, ഓക്സിഡേഷനും റിഡക്ഷനും ഒന്നിച്ച് നടന്നു, ഇതൊരു റിഡോക്സ് പ്രവർത്തനമാണ് എന്ന് നമുക്ക് പറയാം. സെറ്റാണ്? ഇതുപോലാണ് ഉത്തരം കണ്ട് എഴുതേണ്ടത്. ഇനി മക്കളെ ഇവിടുത്തെ നോക്കി, ഓക്സിഡൈസിങ് ഏജന്റ് ആര്? റെഡ്യൂസിങ് ഏജന്റ് ആര്? ആർക്കാണ് ഓക്സിഡേഷൻ നടക്കുന്നത്? അയാളാണ് റെഡ്യൂസിങ് ഏജന്റ്. ആർക്കാണോ ഓക്സീകരണം സംഭവിക്കുന്നത്? അയാൾ നിരോക്സീകാരി. ഇനി ആർക്കാണോ റിഡക്ഷൻ നടക്കുന്നത്? അയാളാണ് ഓക്സിഡൈസിങ് ഏജന്റ്. നിരോക്സീകരണം സംഭവിക്കുന്ന ആളാണ് ഓക്സികാരി. അപ്പൊ ഇവിടെ റിഡക്ഷൻ നടന്നത് ആർക്കാ? നമ്മുടെ ഓക്സിജൻ ആണല്ലേ? അപ്പൊ ഇവിടെ ഓക്സിഡൈസിങ് ഏജന്റ് അല്ലെങ്കിൽ ഓക്സികാരി എന്ന് പറയുന്നത് നിരോക്സീകരണം സംഭവിച്ചിട്ടുള്ള നമ്മുടെ ഓക്സിജൻ ആണ്, ശരിയല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ് ആര്, ഇവിടുത്തെ നിരോക്സികാരി ആര് എന്നെ കുട്ടികൾ എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. വൈകിട്ട് കൃത്യം 7 മണിയാകുമ്പോൾ എൻ്റെ കുട്ടികൾ എല്ലാവരും ലൈവിൽ ഉണ്ടാവണം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ആരും മറക്കരുത്, വൈകിട്ട് കൃത്യം 7 മണിക്ക് കാണാം. ലവ് ഫ്രം മിസ്. ബൈ ബൈ.